വിഷുക്കണി ഒരുക്കാനായിട്ട് കുറച്ച് കണിക്കൊന്നപ്പൂ തപ്പി ഇറങ്ങിയതാ നമ്മൾ. അവിടെ ചെന്നപ്പോഴും അവസ്ഥ ഇതായിരുന്നു. ഏകദേശം വാടിയതാണോ അവിഞ്ഞതാണോ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നേ. പിന്നെ നമ്മൾ എല്ലാവരും കൂടി കൂട്ടം കൂടി ആലോചിച്ച് ഇവിടുന്ന് വാങ്ങിക്കണോ വേറെ എവിടുന്നെങ്കിലും വാങ്ങിക്കണോ എന്ന് കുറെ നേരത്തെ ചിന്തയ്ക്കൊടുവിൽ നമ്മളൊരു തീരുമാനത്തിലെത്തി. അതെ, നമ്മൾക്ക് ഇവിടുന്ന് പോയിട്ട് വേറെ ഏതെങ്കിലും ലുലുന്ന് വാങ്ങിക്കാൻ നോട്ടെ. നമ്മൾ ശരിക്കും ഇപ്പോൾ റൂഡ്മിന് അടുത്തുള്ള ഒരു ലുലുലാണ് കേട്ടോ വന്നത്. ഒരേ ഒരു സംശയം ഉള്ളായിരുന്നു, ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ഉള്ളതും തീരും ഇവിടെ ഉള്ളതും തീരും, ലാസ്റ്റ് ഒന്നും കിട്ടാതാവോ എന്നൊരു ടെൻഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരുന്നേ. എന്തായാലും മരുന്നെടുത്ത് വെച്ച് കാണാൻ പറയും നമ്മൾ ദാണ്ട് നേരെ ഹിദ്ദിലേക്ക് വെച്ച് പിടിച്ചോട്ടെ. അവിടെ ചെന്നപ്പോൾ ദാണ്ട് കറക്റ്റ് സമയത്താണ് നമ്മൾ വന്നത്. അവർ കുറേ ഫ്ലവേഴ്സ് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും നല്ല ഫ്ലവേഴ്സ് നോക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. കണിക്കൊന്നും മാത്രമല്ലായിരുന്നു കേട്ടോ. ദാണ്ട് ഈ ഒരു പൂവ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു 2-3 കളർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ 3 കളറും കുറേശ്ശെ എടുത്തു. ഇനി നമുക്ക് കണി വെക്കാൻ ആവശ്യമായിട്ടുള്ള നമ്മുടെ കണി വെള്ളരി, മാങ്ങ, ചക്ക. അയ്യോ, ചക്ക വേണ്ട, ചക്കയുടെ റേറ്റ് കണ്ടത് ഞങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വെച്ചു. അങ്ങനെ റൂമിലെത്തിയപ്പോൾ തന്നെ കുട്ടിപ്പട്ടാളങ്ങൾ 2 പേരും ദാണ്ട് കണി ഒരുക്കാനുള്ള പരിപാടിയിലായിരുന്നു. 2 പേരെ ഒരുവിധം ഒരു സൈഡിലോട്ട് ഒതുക്കി ഇരുത്തിയിട്ട് ഞാനും പൊന്നൂടെ ചേർന്ന് നമ്മളുടെ വിഷുക്കണി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. കുറച്ചൊന്നും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ചൊക്കെ റേറ്റ് കാരണം നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കണി ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ എണീറ്റ് നമ്മൾ കണിയൊക്കെ കണ്ടിട്ട് കുളിച്ചൊരുങ്ങി വെളുപ്പിനെ തന്നെ അമ്പലത്തിൽ പോകാൻ കേട്ടോ. അതിനിടയ്ക്ക് കിട്ടിയ സമയത്ത് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയിട്ടുണ്ട്. സാരി എടുക്കാൻ അറിയാൻ എനിക്ക് നമ്മുടെ പൊന്ന് സാരിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സാരിയൊക്കെ എടുത്തിട്ടാണ് ഇന്ന് അമ്പലത്തിൽ പോയത്. അമ്പലത്തിൽ ചെന്നപ്പോഴോ ഭയങ്കര തിരക്ക്, പാർക്ക് ചെയ്യാൻ പോലും കുറേ സമയം എടുത്തു കേട്ടോ. പിന്നെ ക്യൂ ഒക്കെ നിന്ന് നമ്മൾ തൊഴുതിട്ട് നേരെ ഫുഡ് അടിക്കാൻ പോയെ. നമ്മൾ ഉടുപ്പി ഹോട്ടലാണ് കേട്ടോ പോയത്. നല്ല മുരുമുര ഭൂരിയും ദോശയും ഒക്കെ ഉണ്ടായിരുന്നേ. കൂട്ടത്തിൽ ഉടുപ്പി സ്പെഷ്യൽ ഒരു കോഫി ഇടായി കഴിഞ്ഞാൽ ആ സെറ്റ്. ഇതിൽ ചെന്ന് കുക്ക് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജാനുവിന് കറക്റ്റ് സമയത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. എന്തായാലും ഉച്ചയ്ക്ക് നമ്മളൊരു കുട്ടി സദ്യയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ റൂമിൽ വന്നോണ്ട് ജാനൂട്ട് എന്താണ് ക്ലാസ് കയറിയിട്ടുണ്ട്. കുറച്ച് നേരം എനിക്ക് ജാനുയുടെ ക്ലാസ് ഇരിക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ പൊന്നുവിന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനേ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ.